ആരായുകിലന്തത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഗുരുചരണങ്ങളിൽ പ്രണാമം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രഭാഷണ പരമ്പരയിൽ ഇന്നത്തെ വിഷയം ആശ്രമം എന്ന മഹാഗുരുവിൻ്റെ പ്രബോധനാത്മക കൃതിയാണ്. പ്രബോധനാത്മകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ കുറച്ച് നിർദ്ദേശങ്ങളും മറ്റു ചില കാര്യങ്ങളും നമ്മെ ഗുരു പഠിപ്പിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാനും ആചരിക്കുവാനും ഉള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആശ്രമം എന്ന കൃതി ഗുരുദേവൻ 1903 ശേഷമാണ് എഴുതപ്പെട്ടത് എന്ന് കരുതാം. ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ രൂപീകരണാനന്തരം ഗുരു എഴുതിക്കൊടുത്ത ധർമ്മസംഘത്തിൻ്റെ നിയമാവലി തന്നെയാണ് ഈ കൃതിയെന്ന് പറയേണ്ടി വരും. ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചതിന് ശേഷം ഒരു ധർമ്മസംഘം എന്ന ആശയം ഉടലെടുക്കുകയും അതിനായി നിരവധി ശ്രമങ്ങൾ സത്യവ്രത സ്വാമികളുടെയും ബോധാനന്ദ സ്വാമികളുടെയും നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. സത്യവ്രത സ്വാമികൾ ഇതിനായി ചില കരട് നിയമങ്ങൾ എഴുതിയുണ്ടാക്കി. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ധർമ്മസംഘ രൂപീകരണം അനന്തമായി നീണ്ടുപോയി. ഇതിനൊരു മാറ്റമുണ്ടായത് ശ്രീ പരമേശ്വരൻ മേനോൻ എന്ന സാമൂഹ്യ പ്രവർത്തകനും ഗുരുവിൻ്റെ ശിഷ്യനായി തീർന്നതോടു കൂടിയാണ്. നല്ലൊരു പണ്ഡിതനും നിയമജ്ഞനും സർവോപരി ഒരു നല്ല സംഘാടകനും കൂടിയായ ശ്രീ പരമേശ്വരൻ മേനോൻ പിൽക്കാലത്ത് ധർമ്മതീർത്ഥർ എന്നറിയപ്പെട്ട മഹാഗുരുവിൻ്റെ ശിഷ്യൻ. ശിവഗിരി മഠത്തിൻ്റെ മാനേജരായി നിയമിതനായതിന് ശേഷം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ഗുരുദേവ ശിഷ്യന്മാരെ സംഘടിപ്പിച്ചു. 1103 ധനുമാസം 23 ഗുരുവിൻ്റെ ആവശ്യപ്രകാരം ഏവരെയും കൂർക്കഞ്ചേരി അദ്വൈതാശ്രമത്തിലേക്ക് ക്ഷണിച്ചു. ഒട്ടുമിക്ക ഗുരു ശിഷ്യരും അവിടെ എത്തിച്ചേർന്നു. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന ചർച്ചകൾക്കും ആശയ കോഡീകരണങ്ങൾക്കും ഒടുവിൽ ധർമ്മസംഘത്തിൻ്റെ ഘടനയ്ക്ക് രൂപമായി. സ്വാമി ബോധാനന്ദ, ഗോവിന്ദാനന്ദ സ്വാമികൾ, സുഗുണാനന്ദഗിരി സ്വാമികൾ, പരമേശ്വരൻ മേനോൻ അതായത് ധർമ്മതീർത്ഥർ, വിദ്യാനന്ദ സ്വാമികൾ, ശങ്കരാനന്ദ സ്വാമികൾ, രാമാനന്ദ സ്വാമികൾ, നരസിംഹ സ്വാമികൾ, ആത്മാനന്ദ സ്വാമികൾ, നീലകണ്ഠൻ ബ്രഹ്മചാരി എന്നീ ഗുരു ശിഷ്യന്മാർ മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടു. സംഘാടകനായി നടരാജഗുരു സന്നിഹിതനായിരുന്നു എങ്കിലും ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നാണ് രേഖകളിൽ കാണുന്നത്. സംഘരൂപീകരണത്തിന് ശേഷം അതിൻ്റെ പ്രവർത്തനത്തിനായി ചില നിയമാവലി എഴുതിയുണ്ടാക്കാൻ നിയമജ്ഞരോട് ഗുരു ആവശ്യപ്പെട്ടു. എന്നാൽ ആരും തന്നെ ആ ചുമതല ഏറ്റെടുത്തില്ല. അല്ലെങ്കിൽ അവരാൽ കഴിഞ്ഞില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഈ സാഹചര്യത്തിൽ ഗുരുദേവൻ തന്നെ പദ്യരൂപത്തിൽ എഴുതിയുണ്ടാക്കിയ നിയമാവലിയാണ് ആശ്രമം എന്ന കൃതി. ധർമ്മസംഘ ഭരണാധികാരികൾക്കും അംഗങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്നും എന്തായിരിക്കണം അവരുടെ പ്രവൃത്തി മണ്ഡലമെന്നും ഗുരു ഈ കൃതിയിലൂടെ വ്യക്തമാക്കുന്നു. ജനനേതാക്കന്മാരായ ഗുരുക്കന്മാരുടെ പ്രത്യേകതയാണ് ഇതിൽ എടുത്തു പറയുന്നത്. കൃതിയുടെ സാരാംശം നോക്കിയാൽ ഈ ആശ്രമത്തിൽ വിദ്വാനായും മുനിയായും ഉദാരചിത്തനായും സമദൃഷ്ടിയായും ശാന്തഗംഭീരനായും ജിതേന്ദ്രിയനായും അതായത് ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായും പരോപകാര തൽപരതയും സത്യസന്ധതയും സാമർഥ്യവും സദാചാരനിഷ്ഠയും കുശലതയും ഉത്സാഹവുമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഗുരുവായും നേതാവായും ഗണിക്കുവാൻ പാടുള്ളൂ എന്ന് ഈ കൃതിയുടെ ആശയത്തിലൂടെ ഗുരു വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ സന്യാസിമാർ ഗുരുക്കന്മാരാകുമ്പോൾ അവരിൽ സന്യാസ ലക്ഷണവും ഗുരുലക്ഷണവും ഒത്തിണങ്ങിയിരിക്കണമെന്ന് ശ്രീനാരായണ
സ്മൃതിയുടെ അവസാനത്തെ 47 ശ്ലോകങ്ങളിൽ ഗുരു വ്യക്തമാക്കുന്നുണ്ട്. മോക്ഷം നിത്യമാണ്. നിത്യമായ മോക്ഷത്തിന് കാരണം സന്യാസാശ്രമ ധർമ്മങ്ങൾ തന്നെ. ഗുരു സന്യാസിക്ക് നൽകിയ നിർവചനം ഇങ്ങനെയാണ്: സന്യാസി എന്നാൽ ത്യാഗി, പരോപകാരാർത്ഥം പ്രവർത്തിക്കുന്നവൻ എന്നാണ്. ശ്രീനാരായണ ധർമ്മസംഘം എന്നുള്ള സന്യാസി സംഘത്തെ വ്യവസ്ഥാപനം ചെയ്തപ്പോൾ ശ്രീ ശങ്കരൻ വിഭാവനം ചെയ്ത സന്യാസ സമ്പ്രദായത്തിൽ നിന്നും തുലോം വ്യത്യസ്തമായിട്ടാണ് ഗുരു സന്യാസി സംഘത്തെ രൂപീകരിച്ചത് എന്ന് വ്യക്തം. ശങ്കര ദർശനം അനുസരിച്ച് ആശ്രമത്തിലിരുന്ന് ആത്മധ്യാനം ചെയ്യുകയും ഭക്തന്മാർക്ക് ആധ്യാത്മികമായ ഉപദേശങ്ങൾ നൽകുകയുമാണ് സന്യാസിയുടേതായ ധർമ്മം. നേരത്തെ പറഞ്ഞതുപോലെ ഗുരു ഈ കൃതി ഒരാശ്രമത്തിൻ്റെ നിയമാവലി എന്ന രീതിയിൽ എഴുതിയുണ്ടാക്കിയതാണ് എന്ന് നമുക്കറിയാം. ഈ കൃതിയുടെ ആദ്യ ശ്ലോകമൊന്ന് പരിശോധിക്കാം. ആശ്രമേയസ്മിൻ ഗുരു കശ്ചിത് വിദ്വാൻ മുനിരുദാരതി സമദൃഷ്ടി ശാന്തഗംഭീരാശയോ വിജിതേന്ദ്രിയഃ. ഇവിടെ ഈ ശ്ലോകത്തിൽ ഒരു ഗുരുവിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണമെന്ന് ശ്രീനാരായണ ഗുരു വ്യക്തമാക്കുന്നു. സന്യാസം സ്വീകരിച്ചതുകൊണ്ടോ കാവി ഉടുത്തതുകൊണ്ടോ ഒരു ആശ്രമം ഉണ്ടാക്കുവാൻ കഴിയില്ല. അതിനുള്ള ക്വാളിറ്റി ആർജിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധകാരത്തെ നിരോധിക്കുന്നവൻ. അതായത് ഗുരു എന്ന വാക്കിന് വെളിച്ചമെന്നോ അറിവെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. നാം ശരീരമല്ല അറിവാകുന്നു എന്നാണ് ഗുരു പറഞ്ഞു തന്നിട്ടുള്ളത്. അജ്ഞാനത്തെ മാറ്റിയാൽ അത് അറിവാണ്, ബോധമാണ്. അപ്പോൾ ആത്മാവ് എന്നത് അറിവാണ്. അങ്ങനെ ജ്ഞാനത്തെ ആർജിച്ചവനാണ് ഗുരു. ഇവിടെ ആദ്യ ശ്ലോകത്തിൽ പറയുന്നു, വിദ്വാനായിരിക്കണം ഗുരു. വിദ്വാൻ എന്നാൽ ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനും ശ്രുതികളുടെ തത്വം അറിയുന്നവനും ആയിരിക്കണം എന്നാണ്. അതായത് ഉപനിഷത്തുക്കളുടെ സാരം അറിയുന്നവനായിരിക്കണം. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഉപനിഷത്തുക്കളുടെ സാരം ഗ്രഹിച്ചവനായിരുന്നു എന്നതിന് ഉദാഹരണമാണ് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ മലയാള പരിവർത്തനവും തിരുക്കുറലിൻ്റെ കുറച്ചു ഭാഗത്തിൻ്റെ തർജിമ ഇവയൊക്കെ. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവും ഗുരുശ്രുതികളെ വേണ്ട വിധം ഗ്രഹിച്ചവനാണ് എന്ന്. പിന്നീട് പറയുന്നു മുനിയും ആയിരിക്കണമെന്ന്. ഇവിടെ മുനി എന്നാൽ മൗനം ശീലമാക്കിയവൻ അല്ലെങ്കിൽ മനനം ചെയ്യുന്നവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൗനം വിദ്വാനുഭൂഷണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരു ഒരിക്കലും അനാവശ്യമായി ആരോടും പ്രതികരിക്കുകയില്ലായിരുന്നു എന്നുള്ളതും നമുക്കൊക്കെ അറിവുള്ളതാണ്. വാദിക്കാനും ജയിക്കുവാനുമല്ല, മറിച്ച് അറിയുവാനും അറിയിക്കുവാനും വേണ്ടിയാണ് ഗുരു നിലകൊണ്ടിരുന്നത്. പിന്നെ പറയുന്നു ഗുരു ഉദാരതിഹി. അതായത് ഉദാരതി എന്നാൽ തന്നെ തന്നെ കൊടുക്കുന്നവൻ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആവശ്യമില്ലാത്തത് ദാനം ചെയ്യുകയല്ല, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നവനെ അല്ല ഉദാരതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുരു അത് ആത്മോപദേശ ശതകത്തിൽ പറയുന്നത് പോലെ അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. ഈ കൃപാലുവാണ് ഉദാരതി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഈ ശ്ലോകത്തിൽ പറയുന്നു സമദൃഷ്ടിഹി, തന്നെ തന്നെ സകലതിലും കാണുന്നവൻ ആയിരിക്കണം ഗുരു എന്ന്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും. അങ്ങനെ അന്യമല്ലാതെ
സകലതിനെയും കാണുന്നവൻ ആയിരിക്കണം ഗുരു. ശാന്തഗംഭീരാശയ, ഗുരു ശാന്തനായിരിക്കണം. ഇനി എപ്പോഴാണ് ശാന്തനാകുന്നത്? ചിത്തം അടങ്ങുമ്പോൾ, അതായത് മനസ്സ് അടങ്ങിയാൽ മാത്രമേ പ്രസന്നവദനായിരിക്കുവാൻ കഴിയൂ. അതുപോലെ വിജിതേന്ദ്രിയ എന്ന് ആറാമതായി ഈ ശ്ലോകത്തിൽ പറയുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം ഗുരു എന്ന്. അതായത് ഇന്ദ്രിയങ്ങളെ തൻ്റെ വരുതിയിൽ നിർത്തുവാൻ കഴിയുന്നവൻ ആയിരിക്കണം. ഇത്രയുമൊക്കെയാണ് ആദ്യ ശ്ലോകത്തിൽ ഒരു ഗുരുവിൻ്റെ ലക്ഷണങ്ങളായി എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ശ്ലോകത്തിലും കൂടുതലായി ഗുരുവിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് പറയുന്നത്. സമയപരിമിതി മൂലം അതിലേക്ക് കടക്കുന്നില്ല. ഇനിയൊരു അവസരത്തിലാവാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുരു ഓം തത്സത്.